ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. എജ്യൂട്യൂട്ടറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് ഞാൻ ആദ്യ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ MEG 10ൻ്റെ വീഡിയോസ് ഓൾറെഡി കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. പിന്നെ MEG 5 ആണ് നമ്മളിപ്പോൾ വീഡിയോസ് ഇടാനായിട്ട് ഞാൻ നോക്കുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം കുറച്ച് പേരായി എന്നോട് മെയിൽ ത്രൂ ചോദിക്കുന്നു, എക്സാംസ് അടുത്താണ്, അപ്പോൾ MEG 5ൻ്റെ വീഡിയോസ് ഇട്ടാൽ ഉപകാരപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് എന്താ പറയുക, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. സോ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ വി ബിഗിൻ ഹിയർ MEG 5 Block 1 Unit 1 and here we go. First question. What would your answers be if you are confronted by the question, why do you like a particular piece of writing? ആസ് എ ലിറ്റററി സ്റ്റുഡൻസ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് തന്നെ പറയാം. ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു ആശയം നമുക്ക് വായിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയായിരിക്കാം എന്നാണ് ചോദ്യം. ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആലോചിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. When confronted with the question, why do you like a particular piece of writing? My answers might be influenced by various literary theories and critical approaches. These perspectives can shape my interpretation and appreciation of the writing, allowing me to engage with it on a deeper level. From a theoretical standpoint, I might appreciate a piece of writing for its formal qualities, such as its structure, language, and imagery, which contribute to its overall aesthetic effect. This approach is rooted in new criticism, which emphasizes the importance of close reading and attention to literary devices. Alternatively, I might value the writing's exploration of universal human experiences, emotions, and values, which resonate with me on a personal level. This perspective is informed by liberal humanism, which emphasizes the importance of human experience and emotional connection. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവുക? ആദ്യം തന്നെ ഒരു ലിറ്റററി ടെക്സ്റ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിലെങ്ങനെ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുക? അതിൻ്റെ മിക്കവാറും അതിൻ്റെ തിയറി എഴുതിയിരിക്കുന്ന സ്റ്റൈല് അല്ലെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രോച്ചസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മളതിനെ കൂടുതൽ ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ആ ഒരു പോർഷൻ ഇഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ ലാംഗ്വേജിൽ എഴുതുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ലെവലിൽ എഴുതിയാൽ തന്നെയാണ് MA ഇംഗ്ലീഷിനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫ്രം എ തിയോറിറ്റിക്കൽ സ്റ്റാൻഡ് പോയിൻറ്റ് നമ്മളിത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമൽ ക്വാളിറ്റീസ് ആയിരിക്കും. എന്താണ് ഈ ഫോർമൽ ക്വാളിറ്റീസ്? ആ ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ലാംഗ്വേജ്, അതിൻ്റെ ഒരു ഇമാജറി. ഇപ്പോൾ പോയമൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇമാജിൻ ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഒരു ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിനെ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. അതുപോലെ നമ്മൾക്കറിയാം ഈ ന്യൂ ക്രിറ്റിസിസം, ലിബറൽ ഹ്യൂമാനിസം, ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകളും, ന്യൂ ക്രിറ്റിസിസം, ലിബറൽ ഹ്യൂമാനിസം, ഈ രണ്ട് വാക്കുകളും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഇവിടെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്
കുറച്ചുകൂടി ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതേസമയം നമ്മളുടെ ലിബറൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹ്യൂമൻ എക്സ്പീരിയൻസസ്, ഇമോഷണൽ കണക്ഷൻ. കാരണം നമ്മളൊരു ഭാഗം വായിക്കുകയാണെങ്കിൽ നമ്മളിനെ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം മീൻസ് നമ്മുടെ പേഴ്സണലി ടച്ച് ചെയ്യുന്ന ഒരു പോർഷനാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഒരു ഭാഗം അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. Other theoretical perspectives such as Marxism and reader response theory might also influence my appreciation of a piece of writing. I might appreciate the writing's portrayal of social and economic realities, its critique of power structures, or its representation of marginalized voices. Alternatively, I might focus on how the writing engages me as a reader, evoking emotions, thoughts, and reflections that are unique to my individual experience. In addition to these theoretical perspectives, various critical approaches can also shape my interpretation and appreciation of a piece of writing. Close reading, for example, might lead me to appreciate the writing's use of language, imagery, and other literary devices, which create a rich and complex meaning. Historical context might also be important, as I consider the writing's reflection of the time period or its engagement with contemporary social and cultural issues. Authorial intent might also be a factor, as I consider the author's intentions, biographical background, or historical context to better understand the writing's meaning and significance. തിയോറിറ്റിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ ന്യൂ ക്രിറ്റിസിസം കണ്ടു, ലിബറൽ ഹ്യൂമാനിസം കണ്ടു. ഇനി മറ്റൊന്നാണ് മാർക്സിസം, അതുപോലെ റീഡർ റെസ്പോൺസ് തിയറി. ഇതൊക്കെ തിയോറിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, തിയറീസാണ്. അപ്പോൾ ആ ഒരു പോർഷൻസ് ഏത് ന്യൂ ക്രിറ്റിസിസം, ലിബറൽ ഹ്യൂമാനിസം, അതുപോലെ മാർക്സിസം, റീഡർ റെസ്പോൺസ് തിയറി, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പേരുകൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഷുവർ ആൻഡ് സർട്ടൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൽ ഏതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരുമ്പോൾ ഐ മൈറ്റ് അപ്രിഷ്യേറ്റ്, നമ്മൾ ഈ മാർക്സിസത്തിനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക്കായിട്ട് കണക്റ്റഡ് ആണ് ഈ മാർക്സിസം. സോഷ്യലി, എക്കണോമിക്കലി അതിൻ്റെ ഒരു സ്ട്രക്ചേഴ്സാണ് അവർ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതുപോലെ മാർജിനലൈസ്ഡ് വോയിസസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു തിയറിയാണ് മാർക്സിസം. ഓക്കെ, അതുപോലെ റീഡർ റെസ്പോൺസ് തിയറി, അത് ഓൾറെഡി അതിൻ്റെ പേര് പോലെ തന്നെ വായനക്കാരുടെ ഒരു ഇഷ്ടം, ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നമ്മൾ കാണുമ്പോൾ വായിക്കുന്ന ആൾക്കാരുടെ ചിന്തയിൽ പോകുന്ന, അല്ലെങ്കിൽ അത് പേഴ്സണലി എങ്ങനെയാണോ കണക്റ്റഡ് ചെയ്യുന്ന ഒരു റീഡറിനെ, നമ്മുടെ ഇമോഷൻസ് നമ്മളതായിട്ട് കണക്ട് ചെയ്യും, നമ്മുടെ തോട്ട്സ്, നമ്മുടെ റിഫ്ലക്ഷൻസ്, ഇതൊക്കെ നമ്മൾ കണക്റ്റഡ് ആവും. പിന്നെ ഇതിലൊരു പ്രത്യേകത റീഡർ റെസ്പോൺസ് തിയറിയിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോർഷൻ ഇപ്പം ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാകുന്നതാവില്ല, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണോ അത് കണക്റ്റഡ് ആകുന്നത് അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തർക്കും, അല്ലേ? നമ്മളുടെയൊക്കെ വ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ റീഡർ റെസ്പോൺസ് തിയറിയിൽ അവർ എടുത്ത് പറയുന്നത്. അതുപോലെ ക്ലോസ് റീഡിങ്ങിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആ യൂസ് ഓഫ് ലാംഗ്വേജ്, ഇമേജറി, ലിറ്റററി ഡിവൈസസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലും ഒത്തിരി എന്താ പറയുക, നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് ഈ ഒരു പോർഷൻ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതും, അതുപോലെ സോഷ്യലി, കൾച്ചറലി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പോർഷൻ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണിതൊക്കെ. ഓക്കെ, മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഒതോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറിൻ്റെ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരിക്കും. ഓതർ എന്ത് ഇൻറ്റൻഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഇതും ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. On a personal level, my appreciation of a piece of writing might be influenced by emotional resonance or intellectual stimulation. The writing might evoke strong emotions or personal connections that make it meaningful to me. Alternatively, it might challenge my thoughts, make me think critically, or provide new insights that I find engaging. In conclusion, my answers to the question, why do you like a particular piece of writing,
are influenced by a range of literary theories and critical approaches. These perspectives shapes my interpretation and appreciation of the writing, allowing me to engage with it on a deeper level. By considering the various theoretical perspectives and critical approaches, I can gain a richer understanding to the writing and its significance. പേഴ്സണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പേഴ്സണൽ ലെവലിൽ ഞാനായിട്ട് എങ്ങനെയാണോ ഈ പീസ് ഓഫ് റൈറ്റിംഗ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയായിരുന്നു നമുക്ക് മെയിനായിട്ടുള്ളത്? ഈ തിയോറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് അല്ലേ? അതേതൊക്കെയായിരുന്നു? അതൊന്നും നിങ്ങൾ റീകോൾ ചെയ്യുക. ന്യൂ ക്രിറ്റിസിസം, ലിബറൽ ഹ്യൂമാനിസം, മാർക്സിസം, അതുപോലെ റീഡർ റെസ്പോൺസ് തിയറി, ക്ലോസ് റീഡിങ്, ഓൾ ദീസ് തിങ്സ് അല്ലേ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇപ്പം ഞാൻ ഈ പറയുന്ന എല്ലാ ടെക്സ്റ്റും അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കാതെ എന്ത് ചെയ്യണം, ഈ കുറച്ച് പോയിൻറ്റ്സിന് നിങ്ങൾ സ്വന്തം വേർഡ്സിനാൽ വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി പറ്റില്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ, ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ടേക്ക് ഡൗൺ ഓൾ ദ നോട്ട്സ്. നിങ്ങളൊരു പുസ്തകം എടുത്തതൊക്കെ എഴുതി വെക്കുക, അല്ലാതെ കിട്ടില്ല കേട്ടോ. ആകെ ഹാർഡ്ലി കുറച്ച് ദിവസമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതൊരു ലെങ്തി വീഡിയോ തന്നെയായിരിക്കും, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 1ൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ടി വരും, നോക്കട്ടെ. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനിതിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ഇരുന്ന് പഠിക്കണം കേട്ടോ. വീഡിയോ കാണുന്നതനുസരിച്ച് അതുപോലെ ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോകണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is the difference between critic and criticism? Think about those and write your answer. ക്രിട്ടിക്കിൻ്റെയും ക്രിറ്റിസിസത്തിൻ്റെയും ഒരു ഡിഫറൻസ് കണ്ടെത്തിയിട്ട് എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളത് അത് നിങ്ങൾ ചിന്തിച്ചെഴുതാനാണ് പറയുന്നത്. The distinction between critic and criticism is a crucial one in the realm of literary studies. While both terms are often used interchangeably, they possess distinct connotations and implications. In the context of literary analysis, criticism typically refers to the act of evaluating or judging a literary work, often with a focus on its aesthetic or technical merits. Criticism as evaluation. Criticism, in this sense, involves assessing the literary work's strengths and weaknesses, its technical proficiency, and its overall impact. This approach is often rooted in the new critical tradition, which emphasizes the importance of close reading and objective analysis. Critics employing this approach might evaluate a work's use of language, imagery, and other literary devices, as well as its adherence to or departure from established literary conventions. ക്രിട്ടിക് അതുപോലെ ക്രിറ്റിസിസം രണ്ടും കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ഇത് ഒരുപോലെ തോന്നുന്നെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് ഇതിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവാലുവേറ്റിംഗ് ഓർ ജഡ്ജിങ് എ ലിറ്റററി വർക്ക് അണ്ടർലൈൻ ചെയ്തോട്ടാ. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുകയാണ്. നമ്മൾക്കറിയാം ക്രിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാലോ, ഓരോരുത്തരും എന്താ പറയുക ക്രിറ്റിക് ചെയ്യാണ് അല്ലെങ്കിൽ ക്രിറ്റിസിസം ചെയ്യാണ്, ക്രിറ്റിസൈസ് ചെയ്യാണ്, എന്താ പറയുക അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം എടുത്തു പറയുന്നതാണ് ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഒരു ഇവാലുവേറ്റിംഗ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ക്രിറ്റിസിസം അല്ലേ? അതുപോലെ തന്നെ ഒരു ലിറ്റററി വർക്കിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വളരെയധികം ഇവർക്ക് അറിയാം. സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ്സസ് എന്താണ്, അതിനെയാണ് ക്രിറ്റിസൈസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിറ്റിസിസത്തിൽ മെയിനായിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് റീഡിംഗ് ആയിട്ട് ബന്ധമുള്ളതാണിത്. അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഒരു വർക്കിൻ്റെ യൂസ് ഓഫ് ലാംഗ്വേജ്, ഇമാജറി, അതുപോലെ ലിറ്റററി ഡിവൈസസ് ആണ്. ഇപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും പഠിക്കേണ്ട കേട്ടോ. ഇത് എല്ലാം ഒന്നും പഠിക്കേണ്ട, ഇതൊന്ന് എന്താ പറയുക
ഇതിൻ്റെ ഒരു മീനിങ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയ രീതിയിലൊക്കെ പഠിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ മീനിങ്, ജഡ്ജിങ് അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് അങ്ങനെയൊക്കെ പറയുന്ന അത് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ഇത് ക്ലോസ് റീഡിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ ഇവാലുവേറ്റ് വർക്ക്സ്, യൂസ് ഓഫ് ലാംഗ്വേജ്, ഇമാജറി ആൻഡ് ലിറ്റററി ഡിവൈസസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അതൊക്കെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. Critic as analysis. In contrast, critic encompasses a broader range of concerns, including the social, cultural, and historical context in which the work was produced. A critic might involve analyzing the ways in which a literary work reflects or challenges dominant ideologies, power structures, or social norms. This approach is often informed by theoretical perspectives such as Marxism, feminism, or post-colonialism, which seek to uncover the underlying power dynamic and social relations that shape literary works. Key differences. One key difference between criticism and critique lies in their respective focuses. Criticism tends to focus on the surface level qualities of a work, such as its technical proficiency or aesthetic appeal. Critique, on the other hand, seeks to understand the underlying assumptions, values, and power dynamic that shape the work. This might involve analyzing the ways in which a work reflects or challenges dominant ideologies, or examining the social and cultural context in which it was produced. ക്രിറ്റിസിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ക്രിട്ടിക് എന്താണെന്ന് പഠിക്കുകയാണെങ്കിൽ, ഈ ക്രിട്ടിക് എന്ന് പറയുന്നത് ക്രിറ്റിസിസം പോലെയല്ല. ഇത് ആഴത്തിൽ കുറച്ചും കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്. ഇത് സോഷ്യൽ, കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത് എന്നതിൽ നിന്നും ആരംഭിക്കുന്ന ഒരു കാര്യമാണിത്. ജസ്റ്റ് ടോപ്പ് ലെവലല്ല, വളരെ കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ ചിന്തിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതും തിയോറിറ്റിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റേഷനായിട്ട് വരിക. മാർക്സിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, ഇത് പോസ്റ്റ് കൊളോണിയലിസം, ഫെമിനിസം ഒന്നും നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മാർക്സിസം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, തിയറീസ്, ഈ തിയറീസിലൊക്കെ നമുക്ക് നോക്കി കാണാനായിട്ട്, ഈ തിയറീസുകളിൽ കൂടെ ഒക്കെ എങ്ങനെയാണ് ഇതിൽ സോഷ്യൽ റിലേഷൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്സിസം ഒക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ത്, മാർക്സിസം. അതേസമയം ഫെമിനിസം എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒക്കെ എഴുതിയിരിക്കുന്ന തിയറീസാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഈ ക്രിട്ടിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴത്തിലോട്ട് പോയി ആ ഒരു തിയറീസിൻ്റെ ഒക്കെ ആഴത്തിലോട്ട് കടന്നു ചെന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ചും കൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു കീ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ക്രിറ്റിസിസം അതുപോലെ ക്രിട്ടിക് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്രിറ്റിസിസം എപ്പോഴും സർഫേസ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇമാജറി അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ്, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് ക്രിറ്റിസിസത്തിൽ. അതേസമയം ക്രിട്ടിക് അങ്ങനെയല്ല, അത് കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്രിട്ടിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ, ക്രിറ്റിസിസം എന്ന് പറയുന്നത് സർഫേസ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. Theoretical perspectives such as liberal humanism, Marxism, and response theory can also inform our understanding of the distinction between criticism and critique. For example, a liberal humanist approach might emphasize the importance of universal human experiences and emotions, while a Marxist approach might focus on the way in which liberal works reflects or challenges dominant power structures. A reader response approach, meanwhile, might emphasize the role of the reader in shaping the meaning of literary work. Implications for literary analysis. The distinction between criticism and critique has significant implications for literary analysis. By recognizing the differences between these two approaches, literary critics can develop a more nuanced understanding of the complex relationships between literary work, their authors, and their readers.
Critics in particular offer a powerful tool for analyzing the social, cultural, and historical context that shape literary works and for uncovering the underlying power dynamic and social relations that inform them. ഈ ക്രിറ്റിസിസത്തിനെയും ക്രിട്ടിക്കിനെയും തിയോറിറ്റിക്കൽ ആസ്പെക്റ്റിൽ നമുക്കിതിനെ എങ്ങനെ നോക്കിക്കാണാം? ലിബറൽ ഹ്യൂമാനിസം, മാർക്സിസം, റീഡർ റെസ്പോൺസ് തിയറി, ഈ തിയറീസൊക്കെ നമുക്കിവിടെ ആപ്ലിക്കബിൾ ആയിട്ട് കണക്കാക്കാം. അപ്പം നമുക്കിത് ഓരോന്നും എക്സാമ്പിൾ സഹിതം നോക്കാം. ഒരു ലിബറൽ ഹ്യൂമാനിസ്റ്റ് എങ്ങനെയായിരിക്കും നോക്കി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ് മീൻസ് അദ്ദേഹം ഒരു വർക്കിനെ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ വെച്ച് ആയിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നതും ക്രിട്ടിക്കായി ചിന്തിക്കുന്നതും. ഓക്കെ, അതേസമയം ഒരു മാർക്കിസ്റ്റ് അപ്രോച്ച് എന്തായിരിക്കും നോക്കുക ഒരു ലിറ്റററി വർക്കിനെ? അദ്ദേഹം നോക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു മാർക്സിസം ആണല്ലോ. അപ്പോൾ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും അദ്ദേഹം നോക്കുന്നത്. അതേസമയം റീഡർ റെസ്പോൺസ് തിയറിയിലോ അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരു റീഡർ ഈ വർക്കിനെ കാണുക, അതിൻ്റെ ലിറ്റററി വർക്കിനെ എങ്ങനെയായിരിക്കും റീഡർ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിട്ടിക്ക് കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുന്ന ഒന്നാണ്. സോഷ്യൽ റിലേഷൻസിലായാലും ലിറ്റററി വർക്കിനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സോഷ്യലായാലും കൾച്ചറലായാലും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലായാലും ഒത്തിരി ആഴത്തിൽ ചിന്തിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇൻ കൺക്ലൂഡിങ് പാർട്ടിൽ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കൺക്ലൂഷൻ, ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്രിറ്റിസിസം ആൻഡ് ക്രിട്ടിക് ഈസ് എ ക്രൂഷ്യൽ വൺ ഇൻ ദ റിയാം ഓഫ് ലിറ്റററി സ്റ്റഡീസ്. While criticism tends to focus on the surface-level qualities of a work, critics seek to understand the underlying assumptions, values, and power dynamic that shape it. By recognizing the difference between these two approaches, literary critics can develop a more nuanced understanding of the complex relationships between literary work, their authors, and their readers. Ultimately, this can lead to a deeper understanding of the ways in which literary work reflect and shape our understanding of the world around us. ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഒക്കെ ക്രിറ്റിസിസത്തിനെയും ക്രിട്ടിക്കിനെയും കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുക എന്നാണ് ഈ ഒരു ഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ വി കണ്ടിന്യൂ. List some of the critical theories and theorists you have come across. Write short notes on what you think about their approaches. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് തിയറീസ് അല്ലെങ്കിൽ തിയോറിസ്റ്റുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നല്ല തിയറീസിനെയും തിയോറിസ്റ്റുകളെയും കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അപ്രോച്ചസ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എഴുതേണ്ടി വരും. Critical theories aim to analyze and challenge systematic power relations in society, focusing on the dynamic between dominant and oppressed groups. Here are some key critical theories and theorists. Critical theory. Frankfurt School. Key theorists: Marx, Horkheimer, Theodor Adorno, Herbert Marcuse, and Jürgen Habermas. Approach. Critical theory examines how power structure shape knowledge, truth, and social reality. The Frankfurt School's first generation critiqued capitalism and the efforts of mass culture on individual consciousness. Influence. The work has influenced various fields including sociology, philosophy, and cultural studies. ഇവിടെ നമ്മൾ കുറച്ച് നമുക്കറിയാവുന്ന തിയറീസും അവരുടെ തിയോറിസ്റ്റുകളെയും കുറിച്ചിട്ടും പിന്നെ അതിൻ്റെ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ തിയറിയാണ്. അത് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ആണ്. അതൊന്ന് ബ്രാക്കറ്റിൽ അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ തിയോറിസ്റ്റുകളെ കുറിച്ചിട്ട് അതിൻ്റെ തിയോറിസ്റ്റുകളാണ് ആ പറയുന്ന പേരുകളൊക്കെ. നിങ്ങൾക്കത് എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1-2 എങ്കിലും പഠിച്ചു വെക്കണേ. പിന്നെ അപ്രോച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ബുദ്ധി, നോളജ്, ട്രൂത്ത്, അതുപോലെ സോഷ്യൽ റിയാലിറ്റീസൊക്കെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഒരു പവറിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അവർ ക്രിട്ടിക് ചെയ്തിരുന്നു ക്യാപിറ്റലിസത്തിനെയും അതുപോലെ തന്നെ കൾച്ചർ, ഇൻഡിവിജ്വൽ കോൺഷ്യസിനെയൊക്കെ കുറിച്ചിട്ട്
അവർ ക്രിട്ടിക് ചെയ്തിരുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ അപ്രോച്ചായിട്ട് വരുന്നത്. പിന്നെ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് പഠിക്കാനെങ്കിൽ പഠിച്ചോ, അധികമായിട്ട് തോന്നുകയാണെങ്കിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സെക്കൻഡ്ലി, പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. അതിൻ്റെ കീ തിയറിസ്റ്റ് എന്ന് പറയുന്നത് മൈക്കൽ ഫൗക്കോൾട്ട്, ജാക്സ് ഡെറിഡ ആൻഡ് ജീൻ ബോഡ്രില്യാൻഡ്. അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ദീസ് തിങ്കേഴ്സ് ചാലഞ്ച് ടു ട്രഡീഷണൽ നോഷൻസ് ഓഫ് പവർ, നോളജ് ആൻഡ് റിയാലിറ്റി. ഫൗക്കോൾട്ട് വർക്ക് ഓൺ പവർ ഡൈനാമിക്സ് ആൻഡ് ഡെറിഡ deconstruction of text have been particularly influential. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് their ideas have shaped fields like cultural studies, sociology എന്ന് വെച്ച് ഇവരുടെ ഐഡിയകളൊക്കെ കാരണം കൊണ്ട് തന്നെ കൾച്ചറിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. കൾച്ചർ സ്റ്റഡീസ്, സോഷ്യോളജിയിലൊക്കെ കുറേ അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ്. തേർഡ്ലി, ക്രിട്ടിക്കൽ ഡിസബിലിറ്റി തിയറി. കീ തിയറിസ്റ്റ് കാരി സദാൽ, ക്രിസ്റ്റഫർ ബെൽ ആൻഡ് റോബർട്ട് എം സി റോവർ. അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ദിസ് തിയറി എക്സ്പ്ലോർസ് ദ ഇന്റർസെക്ഷൻ of disability and queerness, critiquing societal norms and power structures that marginalize individuals and disabilities. Influence. Critical disability theory has informed disability studies, education and social justice movements. അപ്പോൾ ക്രിട്ടിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു തിയറി കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡിസബിലിറ്റി ആയിട്ടുള്ള സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസേബിൾ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ്, പിന്നെ എഡ്യൂക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റ്സിനൊക്കെ കുറിച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ റീഡ് ഔട്ട് ചെയ്യാം, കാരണം അത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ക്രിട്ടിക്കൽ ലീഗൽ സ്റ്റഡീസ്. കീ തിയറിസ്റ്റ് വേരിയസ് സ്കോളേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ക്രിട്ടിക്കൽ ലീഗൽ സ്റ്റഡീസ്. അതിനെ CLS മൂവ്മെൻ്റ് എന്നും പറയാം. അപ്രോച്ച്. CLS critique the way laws maintain social hierarchies and perpetuate biases against marginalized groups. Influence. This area has shaped legal studies, sociology and social justice movements. Fifth one, critical international relations theory. Key theorists. Various scholars including Marxist and neo-Marxist thinkers, post-structuralists and critical constructivists approach. This theory critiques traditional international relations theories, examining power dynamic and social constructs that shape global interactions. Influence. Critical international relations theory has informed fields like international relations, global studies and sociology. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു കൺക്ലൂഡിങ് പാർട്ട് എന്നൊക്കെ എഴുതിയാൽ മതി. ക്രിട്ടിക്കൽ തിയറീസ് ആൻഡ് തിയറിസ്റ്റ് ഓഫർ വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു പവർ ഡൈനാമിക്സ്, സോഷ്യൽ കൺസ്ട്രക്ട്സ് ആൻഡ് ദ വേസ് ടു ചാലഞ്ച് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്. By examining these theories and approaches, we can gain a deeper understanding of the complex relationships between individuals, societies and institutions. അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ചതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ റിലേഷൻസ് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കൺക്ലൂഡിങ് പാർട്ടിലോട്ട് വരുന്നത്. ഇനി ഈ ഒരു ആൻസർ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഞാൻ വേറൊരു എളുപ്പമാർഗം പറയാം. നേരത്തെ പഠിച്ച ലിബറൽ ഹ്യൂമാനിസം, ന്യൂ ക്രിറ്റിസിസം, മാർക്സിസം, സ്ട്രക്ചറലിസം അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം, അതുപോലെ റീഡർ റെസ്പോൺസ് തിയറി, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെങ്കിലും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക ഗൂഗിളിലെങ്ങാനും. മീൻസ് നേരത്തെ പഠിച്ച ആ പോയിന്റ്സ് തന്നെ നിങ്ങളൊന്ന് എടുത്ത് എഴുതിയാലും മതി. ഓക്കെ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ കുറേയൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ തിയറീസ് എഴുതിയാലും മാർക്സ് കിട്ടും. പക്ഷേ അതിൻ്റെയൊക്കെ എന്താ പറയുക അപ്രോച്ചസും അതുപോലെ തിയോറിസ്റ്റുകളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം മാർക്സിസം എന്ന് പറയുമ്പം നമ്മുടെ കാർൽ മാർക്സ്, അതുപോലെ ആരാണ് റെയ്മണ്ട് വില്യംസ്, അദ്ദേഹത്തിൻ്റെ അവരുടെയാണ് ഈ മാർക്സിസം. പിന്നെ ന്യൂ ക്രിറ്റിസിസം വരുന്നത് T.S. Eliot, അതുപോലെ റിച്ചാർഡ്സ്, ക്ലാൻത്ത് ബ്രൂക്സ്, ഇവരുടെയൊക്കെയാണ്. ലിബറൽ ഹ്യൂമാനിസം വരുന്നത് മാറ്റ് അർണോൾഡ്, F.R. ലെവിസ്, അവരൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. പിന്നെ റീഡർ റെസ്പോൺസ് തിയറിയിൽ സ്റ്റാൻലി ഫിഷ്, പിന്നെ വോൾഫ് ഗാങ് ഐസർ,
അവരൊക്കെ ആയിരിക്കും ക്രിറ്റിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഇത് പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ ഇത് പഠിച്ചോ. ഇത് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡു യു ബിലീവ് ദാറ്റ് തിയറി ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ലിറ്ററേച്ചർ ബെറ്റർ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ തിയറി എന്നത് ലിറ്ററേച്ചർ കുറച്ചും കൂടി നന്നായി പഠിക്കാനായിട്ട് ഈ തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. The role of theory in understanding literature. Theory can indeed help us understand literature better by providing a framework for analysis and interpretation. Literary theorists offer various perspectives on how to approach a text, what to look for, and how to understand the author's intentions and the cultural context in which the work was written. By applying the theoretical frameworks, readers can gain a deeper understanding of the literary work's meaning, themes, and significance. ലിറ്ററേച്ചർ മനസ്സിലാക്കാനായിട്ട് ലിറ്റററി തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്ററേച്ചർ എന്നത് കുറേ അധികം തിയറീസ് ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ആ തിയറീസിൽ എന്തൊക്കെയുണ്ട്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഓതേഴ്സിൻ്റെ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ റീഡറിൻ്റെ റെസ്പോൺസുകൾ, ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. Benefits of using theory. Some benefits of using theory to understand literature include: first one, contextualization. Theory helps readers understand the historical, culture, and social context in which the work was written. Second, interpretation. Theory provides tools for interpreting the text, including analyzing themes, motifs, and literary devices. Third, critical thinking. Theory encourages readers to think critically about the text, considering multiple perspectives and interpretations. 4. Deeper understanding. Theory can help readers uncover layers of meaning that might not be immediately apparent. അപ്പോൾ കുറച്ച് ബെനിഫിറ്റ്സുകൾ നമ്മൾ പറയുന്നുണ്ട്. കോണ്ടെക്സ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു റീഡേഴ്സിന് എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി, കൾച്ചറലി, സോഷ്യലി ഒക്കെ ഒരു വർക്ക് മനസ്സിലാക്കുന്നത് എന്നാണ്. അതുപോലെ ഒരു തിയറി ഇൻ്റർപ്രിറ്റേഷനിൽ പറയുന്നത് ഒരു തിയറി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്റ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതികളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതികളിൽ ധാരാളം വ്യത്യാസം ഉണ്ടായിരിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സ് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ക്രിട്ടിക്കലി എങ്ങനെ ചിന്തിക്കും, ഓരോരുത്തരുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട് അല്ലേ. എൻ്റെ ഒരു കാഴ്ചപ്പാടായി, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്, അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങളുടേത്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ലിറ്ററേച്ചറും ഒരു ലിറ്റററി തിയറി അത് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഈ ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. Examples of theoretical approaches. Some examples of theoretical approaches that can help us understand literature better include. നമുക്കറിയാം, നമുക്കിനി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. തിയോറിറ്റിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയായിരിക്കും? ന്യൂ ക്രിറ്റിസിസം, മാർക്സിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം അല്ലേ. ന്യൂ ക്രിറ്റിസിസം നമ്മൾ നേരത്തെ കണ്ടു, ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്, അനലൈസിങ് ലിറ്റററി ഡിവൈസസ് ആൻഡ് തീംസ്. Marxism examines the social economical context of the work, considering class and power dynamics. Feminism analyzing the representation of women and gender roles in the text. Post-colonialism explores the impact of colonialism and imperialism on the text and its characters. ഇതെനിക്ക് തോന്നുന്നു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Limitations of theory. While theory can be a powerful tool for understanding literature, it is not without limitations. Some potential drawbacks include overemphasis on theory. Some readers may become too focused on applying theory, losing sight on the text itself. Complexity. Some theoretical approaches can be complex and difficult to understand. Subjectivity.
Theory can be subjective and different readers may interpret the text in different ways. Conclusion. In conclusion, theory can be a valuable tool for understanding literature better by providing a framework for analyzing and interpretation. Theory can help readers gain a deeper understanding of the literary work's meaning, themes, and significance. While there are potential limitations to using theory, the benefits can be significant, and theory remains an essential part of literary studies. ഇനി ഈ തിയറി പഠിക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൺക്ലൂഡിങ് പാർട്ടാണ്. ചില റീഡേഴ്സ് നമുക്ക് വായിക്കുമ്പോൾ അവരതിൻ്റെ ടെക്സ്റ്റ് തന്നെ ചിലപ്പോൾ മറന്നു പോയേക്കാം. കാരണം അവരുടെ തിങ്കിങ് ലെവലിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് ഓവർ എംഫസിസ് ഓൺ തിയറി. അതുപോലെ കോംപ്ലക്സിറ്റി അതിൽ വരുന്നത് ചില കാര്യങ്ങൾ ചില തിയറീസ് എത്ര വായിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പോലും തിയറീസ് എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റിവിറ്റി അവിടെ വരുന്നത് തിയറി ക്യാൻ ബി സബ്ജക്റ്റ് ദ ഡിഫറെൻറ്റ് റീഡേഴ്സ് മേ ഇൻ്റർപ്രിറ്റ്. ഓക്കെ, ഒരു തിയറി തന്നെ പല റീഡേഴ്സിനും പല രീതിയിലായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പല കാഴ്ചപ്പാടുകളിലായിരിക്കും ഒരു തിയറി തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ തിയറിയുടെ ലിമിറ്റേഷൻസ് തന്നെയാണ്. അപ്പോൾ കൺക്ലൂഡിങ് പാർട്ടിൽ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതുന്നത്. മീൻസ് ലിറ്ററേച്ചർ പഠിക്കുക എന്നതിൽ തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേസമയം അതിൻ്റെ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ സന്തോഷമായി. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി മൊത്തം നമുക്ക് 6 യൂണിറ്റേ ഉള്ളൂ ഈ ബ്ലോക്ക് 1. ഇന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 ചെയ്ത് കഴിഞ്ഞു. യൂണിറ്റ് 2 പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ത്രൂ നിങ്ങളൊന്ന് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, അതില്ലെങ്കിൽ ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണുള്ളത്, എനിക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് മടി കാണിക്കാതെ ചെയ്യണം. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ പ്ലാറ്റോസ് ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് പോയട്രി? പോയട്രിയെ കുറിച്ചിട്ട് പ്ലാറ്റോയ്ക്ക് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു എതിർപ്പ് കാണിച്ചിരുന്നു. അതെന്തൊക്കെയാണ്? Plato's arguments against poetry. In his works, particularly the Republic and Ion, Plato presents several arguments against poetry. First one, limitation and illusion. Plato argues that poetry is an imitation of reality rather than reality itself. He believes that poetry creates illusions rather than representing the truth. ഇവിടെ പറയുന്നത് പ്ലാറ്റോയ്ക്ക് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് അയൺ എന്നുള്ള പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പോയിന്റ് പറയാനുള്ള ഇമിറ്റേഷൻ ആൻഡ് ഇല്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയം എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇമിറ്റേഷൻ ഓഫ് റിയാലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഒരു റിയാലിറ്റീനെ, അല്ലാതെ ഒറിജിനലൊന്നും അല്ല അത്. കാരണം കുറച്ച് ഇല്യൂഷൻസൊക്കെ അതിലേക്ക് കൊണ്ടുവരികയാണ്. സത്യാവസ്ഥ ഒന്നും പോയത്തിലില്ല. നമുക്കറിയാലോ, ഇപ്പോൾ പോയമൊക്കെ പറയുമ്പോൾ കുറച്ച് നേച്ചറിനെ കുറിച്ച് അതൊക്കെ പറയുമ്പോൾ അതൊന്നും ഒറിജിനൽ അല്ല, അതൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് വേർഡ്സുകൾ ഇതിൽ കൊണ്ടുവന്നിടുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സെക്കൻഡ്ലി, ഇമോഷണൽ മാനിപ്പുലേഷൻ. Plato criticizes poetry for appealing to emotions rather than reason. He argues that poetry can manipulate people's feelings, leading them away from rational thought. അതുപോലെ ഇമോഷണലായിട്ട് ഒത്തിരി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് പോയം എന്നാണ് പ്ലാറ്റോ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിൽ കാര്യമായിട്ട് റീസൺ ഒന്നുമില്ല, വെറുതെ ഇമോഷൻസ് മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ അത് എന്താ പറയുക, ആൾക്കാർ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനേ ഉപകരിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. തേർഡ്ലി, ലാക്ക് ഓഫ് നോളജ്. Plato questions the knowledge and understanding of poets, arguing that they often lack true wisdom and insight.
അദ്ദേഹം പോയിറ്റ്സിൻ്റെ നോളജിനെ പോലും ഡൗട്ട് ചെയ്യുകയാണ്. അവർ വെറുതെ കുറച്ച് ഇൻസൈറ്റ്സുകളൊക്കെയാണ് കൊണ്ടുവന്ന് ഇടുന്നുള്ളൂ, അല്ലാതെ അവർക്ക് കൃത്യമായിട്ടൊരു നോളജോ ഇൻസൈറ്റ്സോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. ഫോർത്ത് വൺ, കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ്. Plato believes that poetry can have a corrupting influence on society, promoting vice and immorality. അദ്ദേഹം പറയുന്നത് ഈ പോയം എന്ന് പറയുന്നത് ആൾക്കാരുടെ സൊസൈറ്റിയിലൊക്കെ എന്താ പറയുക കുറേ കറപ്ഷൻസ് ഉണ്ടാവാനേ സാധിക്കും, അല്ലെങ്കിൽ ഇത് മോറലായിട്ടൊന്നുമല്ല ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപകരിക്കൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്നും ഇങ്ങനെ എന്താ പറയുക കറപ്ഷനാണ് ഇവിടെ, സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെ പോയത്തിൽ ഇല്ല എന്നാണ് പ്ലാറ്റോ ഇവിടെ വാദിക്കുന്നത്. Fifth one, distance from truth. Plato argues that poetry is twice removed from reality, as it imitates the world of sensory experience, which itself is an imperfect reflection of the true ഇറ്റേണൽ ഫോംസ്. അപ്പോൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് പല പല വാക്കുകളാൽ. ഇത് ഒന്ന് എന്താ പറയുക, ഇതിൽ സത്യമങ്ങളൊന്നുമില്ല, ജസ്റ്റ് വെറുതെ എഴുതി കൂട്ടുന്നതാണ് ഈ പോയം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. Plato's arguments against poetry are multifaceted and reflect his broader philosophical concerns about the nature of reality, knowledge, and the ideal society. In his works, particularly The Republic and Ion, Plato presents several criticisms of poetry, which can be summarized into 5 main points. Firstly, Plato argues that poetry is an imitation of reality rather than reality itself. He believes that poetry creates illusions rather than representing the truth. According to Plato, poetry is a pale reflection of reality and it can never truly capture the essence of the world. This criticism is rooted in Plato's theory of forms, which posits that abstract concepts like justice, beauty and goodness are more fundamental than the physical world. ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് വിപുലീകരിച്ച് എഴുതുന്നതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 പോയിന്റ്സ് നമ്മൾ പഠിച്ചുല്ലോ, അതിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടി കൂട്ടിച്ചേർക്കുക. പഠിച്ച പോയിന്റ് തന്നെയാണ്, കാരണം നമുക്ക് പേജസ് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്, കാരണം 1 പേജ് 2 പേജ് ഒന്നും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല, കൃത്യം പോയിന്റ്സ് എഴുതിയാൽ പോലും. ഓക്കെ, അപ്പോൾ അങ്ങനെ പേജസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇത് തന്നെ ഒന്നും കൂടി കുറച്ച് വേർഡ്സുകൾ കൂട്ടിച്ചേർത്ത് ഇട്ടു എന്ന് മാത്രം കേട്ടോ. ഇപ്പം ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഇമിറ്റേഷൻ ഓഫ് റിയാലിറ്റി തന്നെയാണിത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് വായിച്ച് വിടുന്നേ ഉള്ളൂ, കാരണം സെയിം പോയിന്റ്സ് ആണ്. എന്തെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സെക്കൻഡ്ലി, Plato criticizes poetry for appealing to emotions rather than reason. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇമോഷൻസിനാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റീസണിനല്ല. He argues that poetry can manipulate people's feelings, leading them away from rational thought. Plato believes that poetry emphasizes on emotional manipulation can undermine the rational faculties, leading to a decline in critical thinking and moral value. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് ഈ പോയം മുഖേന മാനിപ്പുലേറ്റ് ആകുന്നത് കൂടെ അവരുടെ തിങ്കിങ് ലെവലും എന്താ പറയുക അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ, റിയാലിറ്റീനെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാവില്ല. ഒക്കെ നുണകൾ അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ആളുകളുടെ ചിന്താഗതി കൂടുക എന്നതാണ് പ്ലാറ്റോ ആർഗ്യൂ ചെയ്യുന്നത്. Thirdly, Plato questions the knowledge and understanding of poets, arguing that they often lack true wisdom and insight. He believes that poets rely on inspiration and intuition rather than rational thought and philosophical understanding. According to Plato, poets are not necessarily knowledgeable about the subject that they write about, and their work is often based on incomplete or inaccurate information. അപ്പോൾ ഈ പോയിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിവൊന്നും വേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം പിന്നെ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത്, ഒരു വർക്ക് അത് കംപ്ലീറ്റ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് പോയിറ്റ്സ്, ഹാഫ് ഓഫ് ദ വേ അത് ലീവ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. മീൻസ് കൺക്ലൂഡിങ് പാർട്ടൊന്നും പോയിറ്റ്സിൽ നമുക്ക് ഈ തിയറി വായിക്കുന്നത് പോലെ ഉണ്ടായിരിക്കില്ല.
Fourthly, Plato believes that poetry can have a corrupting influence on society, promoting vice and immorality. He argues that poetry can glorify immoral behavior, perpetuate falsehoods, and undermine traditional values. According to Plato, poetry can be a powerful tool for shaping public opinion and influencing moral values, and it should be carefully regulated to ensure that it promotes virtue and wisdom. Lastly, Plato argues that poetry is twice removed from reality as it imitates the world of sensory experience, which itself is an imperfect reflection of the true external forms. According to Plato, poetry is a shadow of a shadow, a mere imitation of an imitation. This criticism reflects Plato's metaphysical views, which prioritize the external and unchanging forms over the fleeting and imperfect world of sensory experience. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലാറ്റോൻ്റെ ഒപ്പീനിയൻ പ്രകാരം അദ്ദേഹം പറയുന്നത് ഒരു പോയം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ടു ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഇമിറ്റേഷൻ തന്നെയാണത്, അല്ലെങ്കിൽ ഒരു ഷാഡോ അങ്ങനെ തന്നെ കാണുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ എൻ്റെ നേരിൽ ഞാൻ അങ്ങനെ തന്നെ കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ അങ്ങനെ തന്നെ കാണുകയാണ് എന്നതാണ് വെച്ചാൽ അതിൽ കൂടുതൽ ഡെപ്ത് ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. In conclusion, Plato's arguments against poetry are rooted in his philosophical views on reality, knowledge, and the ideal society. His criticisms of poetry reflect his concerns about the potential dangers of art and literature, and his belief that they should be carefully regulated to promote virtue and wisdom. While Plato's views on poetry have been influential, they have also been subject to criticism and debate. Many artists and writers have argued that poetry and art have the power to promote moral virtue and wisdom, and that they can be a powerful force for good in society. Ultimately, Plato's arguments against poetry remain an important part of the ongoing debate about the role and value of art in society. പ്ലാറ്റോയുടെ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ടെൻഷനാണ്. എന്താകുമോ എന്തോ ഈ പോയമൊക്കെ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ മനുഷ്യന്മാർ എങ്ങനെ ഈ പോയം വായിച്ച് കറപ്റ്റഡ് ആകും, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലാണ് അദ്ദേഹം ഈ ഇങ്ങനെ എഴുതുന്നത്. പിന്നെ കാരണം റിയാലിറ്റി ഒന്നുമില്ല എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ വിസ്റ്റത്തിൻ്റെ ഒന്നും ഒരു അംശം പോലും കാണുന്നില്ല, ചിന്തിക്കാനൊന്നുമില്ല, ജസ്റ്റ് ടോപ്പ് ലെവൽ സർഫേസ് ലെവൽ എന്തൊക്കെയൊക്കെയോ എഴുതി കൂട്ടുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ലിറ്ററേച്ചറിന് തന്നെ ഒരു ഡേഞ്ചറായി മാറും എന്ന് പോലും ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആ 5 പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എഴുതാവുന്നത് തന്നെയുള്ളൂ. 5 പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അരിസ്റ്റോട്ടിൽ ആർഗ്യൂ ഇൻ ഫേവർ ഓഫ് പോയട്രി? അരിസ്റ്റോട്ടിൽ ഇവിടെ ഫേവർ ഓഫ് പോയട്രീനെ കുറിച്ചിട്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്. അദ്ദേഹം പോയട്രീനെ ഫേവർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്. Aristotle's defense of poetry is primarily found in his work Poetics, where he responds to Plato's criticisms of art and literature. Aristotle argues that poetry is a valuable and noble pursuit, one that can provide insight into human nature and the world around us. According to Aristotle, poetry is an imitation of life, but this imitation is not merely a copying of reality. Rather, poetry has the power to reveal universal truths and essential aspects of human experience. Aristotle disagrees with Plato's views that poetry is twice removed from reality. Instead, Aristotle believes that poetry can capture the essence of things, conveying deeper truths about human nature and the world. He argues that poetry is a form of mimesis or imitation, but this imitation is not just about copying reality. Rather, it is about creating a representation of reality that reveals its underlying structure and meaning.
അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് പോയറ്റിക്സ് എന്ന് പറഞ്ഞൊരു വർക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഇമ്പോർട്ടൻസ് ഓഫ് പോയട്രി. ഓക്കെ, അപ്പോൾ പോയട്രിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ, അതുപോലെ തന്നെ ഒരു പ്ലാറ്റോ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻസിന് എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം പ്ലാറ്റോ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും അരിസ്റ്റോട്ടിൽ വാദിക്കുന്നുണ്ടായിരിക്കും. കാരണം അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓൾറെഡി ആ പ്ലാറ്റോ പഠിച്ചിട്ടുണ്ട്, പ്ലാറ്റോയുടെ ആർഗ്യുമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്വൈറ്റ് ഓപ്പോസിറ്റ് നമുക്ക് അരിസ്റ്റോട്ടലിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്താ പറയുന്നത്, ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു പോയട്രി എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ഓഫ് ലൈഫാണ്. പക്ഷെ ഇത് എന്താ പറയുക, ഒരു റിയാലിറ്റീനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. അതേസമയം ഇതിൽ യൂണിവേഴ്സൽ ട്രൂത്തുകളും ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ പൂർണ്ണമായിട്ടും പ്ലാറ്റോയുടെ തിയറിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം പ്ലാറ്റോ പറയുന്നുണ്ടല്ലോ, ട്വൈസ് മസ്റ്റ് ബി റിമൂവ് ദിസ് പോയട്രി ഫ്രം ദ ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് ഇദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയൊന്നല്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ ഇതൊരു റിയാലിറ്റീനെ മീൻസ് എന്താ പറയുക, ഇദ്ദേഹം പറയുന്നുണ്ട് ഇമിറ്റേഷൻ തന്നെയാണിത്. പക്ഷേ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് റിയാലിറ്റീനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കുന്ന ഒന്നല്ല. അതേസമയം ഉള്ള സത്യങ്ങൾ തന്നെയാണ്, നേച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് പോയമിൽ എഴുതുന്നതെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. Aristotle also defends the poetry against the charge that it is emotionally manipulative. He believes that poetry can indeed evoke strong emotions, but this is not necessarily a bad thing. Aristotle argues that poetry can provide a safe outlet for emotions, allowing us to process and understand our feelings in a healthy way. Moreover, Aristotle believes that poetry can have a cathartic effect, purging us of excess emotions and leaving us feeling more balanced and calm. In addition, Aristotle responds to Plato's criticism that poets lack knowledge and understanding. Aristotle argues that poets have a unique form of knowledge, one that is rooted in their ability to observe human nature and the world around them. He believes that poets are skilled at capturing the complexities and nuances of human experience, and that their work can provide valuable insights into the human condition. പ്ലാറ്റോ പറയുന്ന രണ്ട് കാര്യങ്ങൾ അരിസ്റ്റോട്ടിൽ എതിർത്തുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പോയട്രി എന്ന് പറയുന്നതിന്. ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു പോയം വായിക്കുമ്പോൾ ഇമോഷണലായിട്ട് ഒരു വ്യക്തി അതിനോട് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയിൽ എടുക്കണം എന്നാണ് പറയുന്നത്. സെക്കൻഡ്ലി ഇവിടെ പറയുന്നത് പോയറ്റ്സ് അവരുടെ നോളജിനെ കുറിച്ചിട്ട് ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പ്ലാറ്റോ അദ്ദേഹം പറയുന്നത് ഇവിടെ ലാക്ക് ഓഫ് നോളജ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അരിസ്റ്റോട്ടിൽ റെസ്പോൺസ് പ്ലാറ്റോസ് ക്രിറ്റിസിസം ദാറ്റ് പോയറ്റ്സ് ലാക്ക് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പ്ലാറ്റോ പറയുന്നത് പോയറ്റ്സിന് നോളജൊക്കെ കുറവാണ്, പിന്നെ ഒരു കൃത്യമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് നോളജ് ഉള്ള വ്യക്തികൾ തന്നെയാണ് പോയറ്റ്സ്. കാരണം അവർ മനുഷ്യനെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അവരുടെ എക്സ്പീരിയൻസ് ലെവലുകളിലേക്കൊക്കെ ഡീപ്ലി പോവുകയും പിന്നെ നേച്ചറിനും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സിനും ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പോയംസുകൾ എഴുതുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ വാദിക്കുന്നത്. Aristotle's defense of poetry is also rooted in his concept of catharsis. He believes that poetry, particularly tragedy, can provide a form of emotional purging, allowing us to confront and release pent-up emotions. This process of catharsis can be therapeutic, leaving us feeling more balanced and calm. Aristotle's emphasis on catharsis highlights the importance of poetry as a means of exploring and understanding of human emotions. അപ്പോൾ കഥാർസിസ് എന്ന് പറയുന്നത് ഒരു ട്രാജഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയറ്റിൻ്റെ എൻഡിൽ കാണുമായിരിക്കും അല്ലേ. ചില പോയം എൻഡ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക്
നമ്മൾ ഡൗൺ ആകുന്ന രീതിയിലൊക്കെ ആയിരിക്കും പോയം എൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അങ്ങനത്തെ ഇമോഷൻസൊക്കെ എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫീലിങ്സിനെ ബാലൻസ് ചെയ്യാനും കാമാക്കാനൊക്കെ സഹായിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. Furthermore, Aristotle argues that poetry is a more philosophical and serious pursuit than history. According to Aristotle, history deals with the particular events and individuals, while poetry deals with the universal truths and essential aspects of human experiences. He believes that poetry is more concerned with the general and the abstract, while history is more focused on the specific and the concrete. ഇദ്ദേഹം പറയുന്നത് ഹിസ്റ്ററിനെയും അതുപോലെ പോയിറ്റ്സിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നടന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അത് അതേപടി പകർത്തുക എന്നതാണ് ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് കാണുന്നത്. അതേസമയം പോയിറ്റ്സ് അങ്ങനെയല്ല ചെയ്യുന്നത്. അവരുടെ ചിന്തകൾ എന്താ പറയുക, ഇമോഷണലി അവർ കൊണ്ടുവന്ന് അവർ കുറേ ഫിലോസഫിക്കലി അവർ എടുക്കുന്നതാണ് കയ്യിൽ നിന്നും കുറേ ചിന്തിച്ചു കൂട്ടി എഴുതുന്ന കാര്യങ്ങളാണ് ഈ പോയം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. In conclusion, Aristotle's defense of poetry highlights its value and importance as a means of exploring and understanding human nature and the world around us. He argues that poetry is a noble pursuit, one that can provide insight into universal truths and essential aspects of human experience. Aristotle's emphasis on the importance of poetry reflects his broader philosophical views on the nature of art, reality, and human experience. Ultimately, Aristotle's defense of poetry remains an important contribution to the ongoing debate about the role and value of art in society. അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തിയുള്ളതാണ് നമ്മളുടെ ലിറ്ററേച്ചറിൽ. കാരണം ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് നേച്ചറായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടും ഇത് പോയറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമോഷൻസിൽ കൂടെ കൊണ്ടുവരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസസ് ഹ്യൂമൻ എക്സ്പീരിയൻസസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്തുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എന്തെഴുതുന്നത്, നമ്മളുടെ പോയംസ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നേച്ചർ ഓഫ് ആർട്ട്, റിയാലിറ്റി, ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് കൃത്യമായിട്ടും പോയംസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്ന് വായിച്ചു തരാം. പോയട്രി ആസ് ഇമിറ്റേഷൻ. Aristotle argued that poetry is an imitation of life, but this imitation is not merely a copying of reality. Instead, poetry reveals universal truths and essential aspects of human experience. Second, rebuttal to Plato's criticism. Aristotle disagrees with Plato's views that poetry is twice removed from reality. He believes that poetry can capture the essence of things, conveying deeper truths about human nature and the world. Mimesis. Aristotle argues that poetry is a form of mimesis or imitation, but this imitation is about creating a representation of reality that reveals its underlying structure and meaning. Fourth one, emotional manipulation. Aristotle defends poetry against the charge that it is emotionally manipulative. He believes that poetry can evoke strong emotions, but this can be a positive thing, providing a safe outlet for emotions and allowing us to protect and understand our feelings. Fifth one, catharsis. Aristotle believes that poetry can have a catharsis effect, purging us of excess emotions and leaving us feeling more balanced and calm. He emphasizes the importance of poetry as a means of exploring and understanding human emotions. Sixth one, poetic knowledge. Aristotle argues that poets have a unique form of knowledge rooted in their ability to observe human nature and the world around them. He believes that poets can provide valuable insights into the human condition. Seventh one, poetry, namely history. Aristotle argues that poetry is a more philosophical and serious pursuit than history.
Poetry deals with universal truth and essential aspects of human experience, while history focuses on particular events and individuals. Eighth one, value of poetry. Aristotle concludes that poetry is a noble pursuit, one that can provide insight into universal truths and essential aspects of human experience. His defense of poetry highlights its importance as a means of exploring and understanding human nature and the world around us. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ലോങ്നെസ് തിയറി ഓഫ് ദ സബ്ലൈം. ലോങ്നെസിൻ്റെ തിയറി ഓഫ് ദ സബ്ലൈമിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. Longinus theory of the sublime. Longinus, a Greek rhetorician and literary critic, is best known for his treatise on the sublime, which explores the concept of sublimity in literature. According to Longinus, the sublime is a quality that elevates writing to a level of grandeur, majesty, and beauty, inspiring awe and admiration in the reader. Longinus argued that the sublime is not merely a matter of style or ornamentation, but a fundamental aspect of great literature that reveals the writer's genius and passion. ലോങ്ങിനസ് ആരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ഗ്രീക്ക് ഹെറ്റോറിഷ്യനാണ്. അത് ആ വാക്കുകളൊക്കെ സ്പെല്ലിങ്ങുകൾ തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു ലിറ്റററി ക്രിട്ടിക്കും കൂടി അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റൈസ് ഉണ്ട്, ഓൺ ദ സബ്ലൈം എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ സബ്ലൈം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സബ്ലൈം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് ഒരു റീഡറിനെ, ഒരു വായനക്കാരനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്, റൈറ്റിംഗ് ടു എ ലെവൽ ഓഫ് ഗ്രാൻഡ്യൂർ, മാജസ്റ്റി ആൻഡ് ബ്യൂട്ടി, ഇൻസ്പയറിംഗ് ഓ ആൻഡ് അഡ്മിറേഷൻ ഇൻ ദ റീഡർ. ഒരു വായനക്കാരൻ ഒരു ഒരു തിയറി വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. അപ്പോൾ അത് ആരുടെ കഴിവാണ്? വായനക്കാരൻ്റെ കഴിവല്ല, എഴുതിയ വ്യക്തിയുടെ കഴിവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, ഒരു സ്റ്റൈൽ ഓഫ് ഓർണമെൻറ്റേഷൻ്റെ വെച്ചാൽ ഒരു സ്റ്റൈലിലും അല്ല, അല്ലെങ്കിൽ വലിയ ഗ്രേറ്റ് ലിറ്ററേച്ചറിലൊന്നുമല്ല കാര്യം എന്താണ്? ഒരു ജീനിയസ് ആയിട്ടുള്ള, ഒരു പാഷനബിൾ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ലിറ്ററേച്ചർ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവർ ആൻഡ് സർട്ടൻ റീഡർക്ക് അത് വായിക്കുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ ഒരു പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് അവരത് പിന്നെയും വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ റൈറ്ററിൻ്റെ കഴിവാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് ഈ സബ്ലൈം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Longinus identifies 5 sources of the sublime: grandeur of thought, capacity of strong emotion, appropriate use of figures of speech, nobility of diction, and dignified and elevated composition. He emphasizes that these sources are not mutually exclusive and often work together to create a sublime effect. Longinus believes that the most important sources of the sublime is grandeur of thought, which involves conceiving great ideas and expressing them in a way that inspires wonder and admiration. 5 കാര്യങ്ങളാണ് ഈ ലോങ്ങിനെസ് സബ്ലൈമിനെ കുറിച്ചിട്ട് പറയുന്നത്. ആ 5 പോയിൻറ്റ്സ് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം കേട്ടോ. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റൂ. പിന്നെ ഈ സബ്ലൈം എന്ന് പറയുന്നത് അതൊക്കെ നമ്മളുടെ ഒരു എഴുത്തുകാരൻ്റെ ചിന്തകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഐഡിയകൾ, അവരുടെ ചിന്തകൾ, അതാണ് ഒരു വണ്ടറായിട്ട് പുറത്തേക്ക് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചറിൻ്റെ രൂപത്തിൽ വരുന്നതും ഒരു റീഡർ അത് അഡ്മയർ ചെയ്ത് വായിക്കുന്നതും. The role of emotion. Longinus stresses the importance of emotion in creating the sublime. He argues that writers who are passionate and enthusiastic are more likely to produce a sublime writing. According to Longinus, emotion is a key factor in conveying the intensity and depth of human experience, and writers who can tap into their emotions can create works that resonate with readers on a profound level.
വായനക്കാരന് വായിക്കുമ്പോൾ ഒരു ഇമോഷനായിട്ട് ടച്ച് ആകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിറ്ററേച്ചർ ടച്ച് ആകുന്നുണ്ടെങ്കിൽ അത് മീൻസ് അദ്ദേഹത്തിന് ഹ്യൂമൻ എക്സ്പീരിയൻസസിനൊക്കെ കവർ ചെയ്തുകൊണ്ടായിരിക്കും എഴുതുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇമോഷണലി നമുക്കത് ഫീൽ ആകുന്നതും ടച്ച് ആകുന്നതും. അങ്ങനെയാണെങ്കിൽ അത് ആ റൈറ്ററിൻ്റെ കഴിവാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. The importance of style. Longinus also emphasizes the importance of style in achieving the sublime. He argues that writers should use language that is noble, dignified, and elevated, avoiding commonplace and mundane expressions. Longinus believes that the use of figures of speech, such as metaphor and simile, can add grandeur and beauty of writing, but warns against overusing these devices, which can lead to artificiality and affectation. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റൈലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഓർണമെൻറ്റേഷൻ പോലത്തെ അനാവശ്യമായിട്ടുള്ള സ്റ്റൈലുകളെയാണ് ഇദ്ദേഹം നേരത്തെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു റീഡർക്ക് അട്രാക്റ്റഡ് ആവാനായിട്ട് അവരുടെ വായനയിൽ കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അതേസമയം ഇദ്ദേഹം പറയുന്നതാണ് പക്ഷെ ഒരേ കോമൺ പ്ലേസ് എന്ന് പറയുന്നത് ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ തരത്തിൽ തന്നെ എഴുതുകയാണെങ്കിൽ ആർക്കും ഇഷ്ടമാവത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ട് അപ്പോൾ അതിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അതുപോലെ മെറ്റഫോർ, സിമിലി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ അതൊരു ബ്യൂട്ടി കാണാം എന്നാണ് പറയുന്നത്. അതേസമയം ഇദ്ദേഹം ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഓവർ യൂസ്. ഓക്കെ, അപ്പോൾ കാരണം എന്താ പറയുക, ഈ മെറ്റഫേഴ്സ് ആയാലും സിമിലി ആയാലും അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ഓവറായിട്ട് നമ്മളതിൽ ആ വർക്കിൽ കൊണ്ടുവരികയാണെങ്കിൽ അതത്ര സുഖമായിട്ട് തോന്നില്ല, അതൊരു ആർട്ടിഫിഷ്യലായിട്ടേ തോന്നൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. The sublime and the reader. Longinus believes that the sublime has a profound effect on the reader, inspiring feeling awe and admiration and even ecstasy. He argues that sublime writing has the power to transport readers to a higher realm, where they can experience the beauty and majesty of great literature. According to Longinus, the sublime is not just a literary device, but a way of connecting with the readers on a deeper level, transcending the mundane and speaking to the universal human experience. ഈ സബ്ലൈം നമ്മുടെ റീഡേഴ്സിൻ്റെ മൈൻഡിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കും. നല്ലൊരു ലിറ്ററേച്ചർ നല്ല രീതിയിലാണ് എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവർ ആൻഡ് സർട്ടൻ റീഡേഴ്സിൻ്റെ മൈൻഡിന് ഒത്തിരി മാറ്റം ഉണ്ടായിരിക്കും. അവർക്ക് എന്താ പറയുക, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്രേറ്റ് ലിറ്ററേച്ചറിൽ കൂടെ അവരുടെ ഒരു എന്താ പറയുക ഇമോഷൻസൊക്കെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് തന്നെ ഒരു കാരണമാവാനായിട്ട് ഈ ലിറ്ററേച്ചറിന് സാധ്യമാകും. Implications of Longinus theory. Longinus' theory of the sublime has had a significant impact on literary criticism and aesthetics. His emphasis on grandeur, emotion, and style has influenced writers and critics for centuries, shaping the way we think about great literature. Longinus' theory also highlights the importance of the writer's passion and enthusiasm in creating works that inspire and uplift readers. By emphasizing the sublime as a fundamental aspect of great literature, Longinus encourages writers to strive for excellence and to push the boundaries of language and expression. ഈ ലോങ്ങിനസിൻ്റെ തിയറി ആയിട്ടുള്ള സബ്ലൈം എന്ന് പറയുന്നത് ഒത്തിരി റൈറ്റേഴ്സിനെയും അതുപോലെ റൈറ്റേഴ്സിനെ തന്നെ ക്രിട്ടിക്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതും സെഞ്ച്വറീസ് ആയിട്ട് അതൊന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് റൈറ്റേഴ്സിൻ്റെ പാഷൻ, അവരുടെ എന്തൂസിയാസം. അതാണ് ഒരു വർക്കിൽ അത്രയും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു റീഡറിനെ ഇൻസ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു റീഡറിനെ അവർക്കൊരു മാറ്റം ഉണ്ടാവാൻ അവർക്കൊരു അപ്ലിഫ്റ്റ് ഉണ്ടാവാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ലിറ്ററേച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചറിൽ ഒരു ബൗണ്ടറീസ് ഒന്നും തന്നെയില്ല. അവർക്ക് ലാംഗ്വേജോ എക്സ്പ്രഷനോ ഒന്നും തന്നെയില്ല. അവർക്ക് അതിനൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും ലിറ്ററേച്ചറിൽ കൂടെ. കാരണം അതൊക്കെ ഈ റൈറ്റേഴ്സിൻ്റെ കഴിവ് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. In conclusion, Longinus' theory of the sublime effects
offers a profound insight into the nature of great literature by emphasizing grandeur, emotion, style, and the importance of connecting with readers on a deeper level. Longinus provides a framework for understanding what makes literature truly great. His theory continues to inspire writers and critics today, reminding us of the power of literature to transcend the mundane and speak to the human experience in all its complexity and beauty. ലോങ്ങിനസിൻ്റെ ഈ തിയറി എന്ന് പറയുന്നത്, സബ്ലൈം എന്ന് പറയുന്ന തിയറി ഇപ്പോഴും ഒത്തിരി റീഡേഴ്സിനെയും റൈറ്റേഴ്സിനെയും ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയറിയാണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, റീഡേഴ്സിനെ കൂടുതലായിട്ടും വായിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന വ്യക്തികൾ റൈറ്റേഴ്സാണ്. അപ്പോൾ റൈറ്റേഴ്സിൻ്റെ കഴിവിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൽ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഴ്സസ് ഓഫ് ദ സബ്ലൈം, ദ റോൾ ഓഫ് ഇമോഷൻ, അതുപോലെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റൈൽ, സബ്ലൈം ആൻഡ് ദ റീഡർ, പിന്നെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ലോങ്ങിനസ് തിയറി. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹെഡിങ്സ് വേണമെങ്കിൽ കൊടുത്തിട്ട് പാരഗ്രാഫായിട്ട് ഈ പറഞ്ഞതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനായിട്ടും സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലായാൽ മതി. ബ്ലോക്ക് 1 യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം കഴിഞ്ഞു. യൂണിറ്റ് 3. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം മോഡേണിസം? മോഡേണിസം എന്ന ടേം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? The term modernism refers to a literary and artistic movement that emerged in the early 20th century as a reaction against Romanticism. Modernism sought to break away from the Romantic legacy and its emphasis on individuality, emotion, and innate human goodness. According to the text, modernism began to take shape with the ideas of T.E. Hulme, Ford Madox Ford, and Ezra Pound, who were part of a circle of writers and artists in London. These individuals rejected the romantic notions of their predecessors and instead emphasized the importance of form, technique, and intellectual rigor in art. One of the key figures of modernism is its rejection of the romantic idea that humans are inherently good. Hulme, in particular, believed that humans are flawed but improvable, and that institutions play a crucial role in this process. This idea is in stark contrast to the romantic vision of Jean-Jacques Rousseau, who believed that institutions serve only to corrupt people. Hulme's ideas also led to an elitist vision of poetry, where only the poet who has thoroughly studied and mastered the craft can produce worthwhile work. ടേം മോഡേണിസം എന്ന് പറയുന്നത്, ഇതൊരു 20th സെഞ്ച്വറിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതൊരു റിയാക്ഷൻ എഗെയിൻസ്റ്റ് റൊമാൻറ്റിസിസമാണ്. ഓക്കെ, നമ്മുടെ ഈ മോഡേണിസം എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് റൊമാൻറ്റിസിസം ആണ്. ഓക്കെ, അതുപോലെ ഈ മോഡേണിറ്റിയുടെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വാലിറ്റി, ഇമോഷൻ, അതുപോലെ ഇന്നേറ്റ് ഹ്യൂമൻ ഗുഡ്നെസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പോയിൻറ്റ്സുകളാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളാണ്, ലണ്ടനിലെ ആർട്ടിസ്റ്റുകളാണ്. T.E. ഹുൽമെ, ഫോർഡ് മെഡോക്സ് ഫോർഡ്, അത് എസ്ര പൗണ്ട്, ഇവരൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചിരുന്നു. ആ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട്, ഫോർഡ് മെഡോക്സ് ഫോർഡ്, T.E. ഹുൽമെ, എസ്ര പൗണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ് ഇതൊക്കെ. ഇനി ഇവർ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ടെക്നിക്ക്, ഇൻ്റലക്ച്വൽ റിഗർ ഇൻ ആർട്ട്, അതുപോലെ ഫോം, ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മോഡേണിസം റൊമാൻറ്റിക് ഐഡിയനെ ശരിക്കും പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസ് ആർ ഇൻഹെറൻ്റ്ലി ഗുഡ് എന്നാണ് മോഡേണിസം ബിലീവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഈ ഹുൽമയുടെ ഒരു അഭിപ്രായ പ്രകാരം ഹ്യൂമൻസ് ആർ imperfect and in need of improvement. അതൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ. അക്കോർഡിംഗ് ടു ഹുൽമെ, ഹ്യൂമൻസ് ആർ imperfect
ആൻഡ് ഇൻ നീഡ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇത് അദ്ദേഹം പറയുന്നതാണ്. അതുപോലെ ഹുൽമെ വിശ്വസിച്ചിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ആർട്ട് ഓർ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇതിനൊക്കെ ഹ്യൂമൻ ഇംപ്രൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇവിടെ റോസിയോസ് ഐഡിയ നമ്മുടെ ഹുൽമയുടെ ഐഡിയ ആയിട്ട് കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ റോസിയോസ് അദ്ദേഹം എന്താ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹ്യൂമൻസിനെ കറപ്റ്റ് ചെയ്യും. അവർ ഓൾറെഡി ഇൻഹെറൻ്റ്ലി ഗുഡാണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുന്നത്, അവർ കറപ്റ്റ് ചെയ്യുമെന്നാണ് റോസിയോ വിചാരിച്ചിരുന്നത്. അതേസമയം ഹുൽമസിൻ്റെ ഐഡിയ നിങ്ങൾ ഇത് വെച്ച് ഹുൽമേനെ കുറിച്ച് പറയുമ്പോൾ റോസിയോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നിങ്ങളൊരു കള്ളി വരച്ചിട്ടോ അങ്ങനെയും പോയിൻറ്റ്സ് ആയിട്ടൊന്ന് എഴുതി വെക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതൊന്നും അല്ല, എങ്കിലും കുറച്ചൊന്ന് ഫോക്കസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവിടെ ഹുൽമയുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോയറ്റ്സിന് മാത്രമേ വാല്യുബിൾ വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം പോയറ്റ്സ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തറലി സ്റ്റഡി ചെയ്യണം, മാസ്റ്റർ ദിയർ ക്രാഫ്റ്റ്. അവർ അവരൊരു മാസ്റ്ററി എടുക്കണം അവരുടെ ആ വർക്കിൽ. അതെങ്കിൽ മാത്രം അവർക്ക് നല്ല രീതിയിൽ പോയട്രി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. ഇതിന് പഠിക്കുന്ന കാര്യത്തിൽ അത്രയും മാസ്റ്ററി എടുത്തിട്ട് വേണം അവരവരുടെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. Modernism also emphasized the importance of impersonality in art. Hulme believed that poets should explore feelings but present them in an impersonal way rather than relying on autobiographical details. This idea is echoed in T.S. Eliot's essay Tradition and the Individual Talent, where he argues that poetry is not the expression of emotion or personality but rather an escape from them. Eliot's ideas about tradition and the role of the artist in shaping it are also central to modernism. He saw the artistic tradition as a massive whole that is changed by the introduction of new works, which enter into dialogue with the existing tradition. The modernist movement was also influenced by the ideas of Sigmund Freud, who emphasize the importance of psychology in understanding human behavior. Many modernist writers were interested in exploring the inner lives of these characters and the psychological complexities of human experience. However, modernism was not a complete break with Romanticism. Rather, it built upon and transformed many of the ideas and themes of Romanticism, such as the emphasis on individuality and the importance of art in revealing deeper truths about human experience. ഹുൽമ അതുപോലെ ഈലിയറ്റ് ഇവർ രണ്ടുപേരും മോഡേണിസ്റ്റ് തിങ്കേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായ പ്രകാരം ആർട്ടിസ്റ്റുകളൊന്നും തന്നെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഇരിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഒരു വർക്ക് ചെയ്യരുത്. പക്ഷെ അതിന് പകരമായിട്ട് അവരവരുടെ ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യണം. മോർ യൂണിവേഴ്സൽ ആയിരിക്കണം. ഇംപേഴ്സണൽ വേ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടല്ല, അതിനപ്പുറത്തേക്കായിരിക്കണം അവരുടെ ചിന്താഗതികൾ. എന്നാൽ മാത്രമേ ഒരു ആർട്ട് അതൊരു റിലേറ്റബിളും ഒരു ടൈംലെസ്സും ഒക്കെ ആയിട്ട് മാറുകയുള്ളൂ. മോഡേണിസ്റ്റ് റൈറ്റേഴ്സൊക്കെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിൻ്റെ ഐഡിയകൾ പ്രത്യേകിച്ചും സൈക്കോളജിക്കലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കുറേ ക്യാരക്ടേഴ്സ്. അത് അദ്ദേഹത്തിൻ്റെ ഇന്നർ ലൈഫിൽ നിന്നും ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസ്ഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് തന്നെയാണ് ഈ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് തന്നെ ഒത്തിരി അവർ ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തിൽ ഫോക്കസ് ചെയ്യണം? ഈ ഹ്യൂമൻ എക്സ്പീരിയൻസസ് റിവീൽ ചെയ്യാനായിട്ട് അതിൻ്റെ ഡെപ്തിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിരിക്കണം. അതുപോലെ
അവർ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് അതൊക്കെ റിയാലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ വേണം ഇവർ എഴുതാനായിട്ട്. ഓക്കെ, അതുപോലെ ഈ മോഡേണിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇവർ റൊമാൻറ്റിസിസത്തിനെ റിജക്റ്റ് ചെയ്യുന്നില്ല. ഇത് റിജക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താ ചെയ്യുന്നത്, അവരൊരു ഇൻസ്റ്റഡ് ഇറ്റ് ട്രാൻസ്ഫോംഡ് ആൻഡ് ബിൽട്ട് അപ്പോൺ ഇറ്റ്സ് ഐഡിയാസ്. ഈ അതിൽ നിന്നും ഐഡിയകൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ആർട്ട് റിവീലിംഗ് ഡീപ്പർ ട്രൂത്ത്സ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വാലിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ആർട്ട് റിവീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡേണിസം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റൊമാൻറ്റിസിസത്തിനെ എതിർക്കുകയല്ല, മറിച്ച് അതിൽ നിന്നും ഐഡിയകൾ ട്രാൻസ്ഫോം ചെയ്ത് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. In fact, the text notes that Hulme's idea that poetry can cut through the curtain of appearance to reveal things as they truly are sounds almost like the ideas of the romantic poet William Blake, albeit without the mysticism. This highlights the complex and multifaceted nature of modernism, which drew upon a wide range of influences and traditions. Eliot's work in particular represents a high point of modernist thought, with its emphasis on the importance of tradition or the role of the artist in shaping that tradition and the need for intellectual rigor and discipline in art. The developments that followed modernism, such as New Criticism in America, and the developments that followed modernism, and the Levisate School in England, further emphasized the importance of close reading, intellectual rigor, and attention to form and technique in literary analysis. Overall, modernism was a complex and influential movement that transformed the way writers and artists thought about art and its role in society. Its emphasis on intellectual rigor, impersonality, and tradition continues to shape literary and artistic practice to this day. By rejecting romantic notions and emphasizing the importance of form and technique, modernism opened up new possibilities for artistic expression and paved the way for a wide range of avant-garde moments in the 20th century. ഇതിന് ഒരു കൺക്ലൂഷൻ പാർട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, മോഡേണിസം എന്ന് പറയുന്നത് ഇത് ചേഞ്ച് ചെയ്തു. എന്ത് റൈറ്റേഴ്സിൻ്റെ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ചിന്തകളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. അവർ ആർട്ടും അത് സൊസൈറ്റിയിൽ തന്നെ ഇത് മുഖേന സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മോഡേണിസം paved the way for a wide range of avant-garde moments in the 20th century. കണ്ടോ, 20ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മോഡേണിസം വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, മോഡേണിസംസ് ഇന്നോവേറ്റീവ് അപ്രോച്ചാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കണ്ടിന്യൂ ചെയ്യുന്നു, ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റീവ് അനാലിസിസ്, അതാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ചിന്തകളാൽ മോഡേൺ വേ ഓഫ് ഉള്ള ചിന്തകളല്ല. അപ്പോൾ ആർട്ടിസ്റ്റുകൾ പോയറ്റ്സുകളുടെ ഒക്കെ പേരുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റൈറ്റേഴ്സിൻ്റെ ഒക്കെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിൽ മുഖ്യമായിട്ടുള്ളത് തന്നെ. ഇപ്പോൾ ഈ ഒരു വലിയ ചോദ്യം കണ്ടിട്ട് എനിക്കെന്തോ ഇത് വായിക്കുമ്പോൾ തന്നെ കുറേ അധികം ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മോഡേണിസം എന്താണെന്നുള്ള ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ റൈറ്റേഴ്സിൻ്റെ പേരുകൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെയൊക്കെ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ത്രൂ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും പിന്നെ നിങ്ങളുടെ സ്ട്രോങ് സപ്പോർട്ട് എനിക്ക് നിലവിൽ ആവശ്യമാണ്. ഓക്കെ, സോ അതിനായിട്ട് എന്ത് ചെയ്യണം, ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അതുപോലെ തന്നെ കമൻറ്റ് ത്രൂ ഒന്ന് എന്നോട് പറയണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടോ. വെറുതെ അല്ല, ഇതിലെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ പോലും എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഞാൻ വീഡിയോ